നമ്മൾ പറയുന്ന ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. عن أبي أمامة الباهلي رضي الله عنه عن رسول الله صلى الله عليه وسلم قال لتنقضن عرى الإسلام عروة عروة. ഇന്ന് കേരളത്തിലെ ആയിരക്കണക്കിന് മദ്രസകളൊക്കെ തുറക്കുന്ന ഒരു ദിവസമാണ്. മദ്രസകളൊക്കെ തുറന്ന് പഠനാരംഭം കുറിക്കപ്പെടുമ്പോൾ വിദ്യാരംഭം കുറിക്കുന്ന കുട്ടികളൊക്കെ ദീനീ അറിവുകളും ഇൽമുകളൊക്കെ പഠിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണ്. കാരണം പലപ്പോഴും നമ്മുടെ ഉമ്മത്തിൽ നിന്ന് അന്യമാകുന്നത് ദീനിനെക്കുറിച്ചുള്ള മതവിധികളെക്കുറിച്ചുള്ള അറിവുകളും ഇൽമുകളുമാണ്. നബിതങ്ങൾ പറയാണല്ലോ ലതുൻകലന്ന ഉറൽ ഇസ്ലാമി ഉറുവതൻ ഉറുവതൻ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന കയറ് ഒറ്റയടിക്ക് അങ്ങനെ പൊട്ടിപ്പോവില്ല. ഒറ്റയടിക്ക് പൊട്ടുന്ന കയറല്ല ഏത് വിശുദ്ധ ഇസ്ലാം. നേരെ മറിച്ച് ഓരോരോ നൂലുകൾ ഇങ്ങനെ പൊട്ടി 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 ലാസ്റ്റ് ഒന്നായിട്ട് അങ്ങ് പൊട്ടലാണ്. അതാണ് ഇതൊക്കെ പറഞ്ഞതില്ല. തീർച്ചയായിട്ടും തുൻകലന്ന ഉറൽ ഇസ്ലാമി, ഇസ്ലാമിൻ്റെ കയറ് എല്ലാവർക്കും മുറുകെ പിടിക്കാനുള്ള രക്ഷാകവചമായ സന്മാർഗദീപമായ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന പാശം എന്ന കയറ് അത് ഒറ്റയടിക്ക് പൊട്ടൂല. അതിങ്ങനെ പൊട്ടിക്കപ്പെടും. എങ്ങനെ? ഉറുവത്തൻ ഉറുവൻ, ഓരോ നൂലുകളായി സാവധാനം ഇങ്ങനെ അതിൻ്റെ കയറിൻ്റെ ഓരോ ഇഴകളും ഓരോ നൂലുകളും പൊട്ടിക്കപ്പെടും. ഒറ്റയടിക്ക് പൊട്ടിപ്പോലെന്നർത്ഥം. അപ്പോൾ പരിശുദ്ധമായ ഇസ്ലാം എന്ന കയറ് ഇങ്ങനെ ഗ്രാജ്വലി ക്രമേണ ഓരോന്നായിട്ട് 1 by 1 ആയിട്ട് അങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും. എന്നിട്ട് പറയണം ഫകുല്ലമൻ തകറത്ത് ഉറുവത്തുൻ. ഒരു നൂല് പൊട്ടിയാൽ പിന്നെ ബാക്കി നൂലവിടെ ബാക്കിയുണ്ടല്ലോ, അപ്പം അയിമ കടിച്ചു തൂങ്ങ. തശബ്ബഹന്നാസു ബില്ലതീ തലീഹ. ഇസ്ലാമാകുന്ന കട്ടിയുള്ള കയറിൻ്റെ ഒരു കയറ് പൊട്ടിയാൽ അപ്പം മറ്റുള്ള കയറുമ്പോൾ ആൾക്കാർ പിടിച്ചു തൂങ്ങും. അതിന്നൊരു കയറ് പൊട്ടിയാൽ ബാക്കി ഒരു നൂല് പൊട്ടിയാൽ ബാക്കിയുള്ളതും പിടിച്ചു തൂങ്ങും. ഇപ്പോൾ ഒരു ഉദാഹരണം, ഒരു 10,000 നൂലുകളെ കൊണ്ടാണ് ആ കയറെങ്കിൽ ഒരു നൂല് പൊട്ടിയാൽ ബാക്കി 9,999 കയറുണ്ട്. അയിമ ആൾക്കാർ പിടിച്ചു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു നൂലും കൂടി പൊട്ടും. അപ്പോൾ പിന്നെ 9,998 നൂലുമ്പോൾ പിടിച്ചു. ഇങ്ങനെ ഇസ്ലാമിൻ്റെ ഓരോ ഇഴകൾ ഓരോ നൂലുകൾ പൊട്ടുമ്പോൾ ബാക്കിയുള്ളതും അങ്ങനെ പിടിച്ചു പോരും. അങ്ങനെ ലാസ്റ്റ് ഒന്നായിട്ടാണ് പൊട്ടും. അങ്ങനെ ഇസ്ലാം അവിടെ തകരും. ഇനി കേട്ടോ, അവ്വലഹുന്ന നഖലൻ. ദീനിന്ന് ആദ്യമായി പൊട്ടുന്ന നൂല് ഏതായിരിക്കും? ഇസ്ലാം എന്ന കയറിൽ നിന്ന് ആദ്യമായി പൊട്ടിപ്പോകുന്ന നൂല് അൽ ഹുക്മു, ദീനിൻ്റെ അറിവുകൾ ആയിരിക്കും. അതായത് മതവിധികൾ അതായിരിക്കും. വിധികൾ ആൾക്കാർക്കറിയില്ല. അപ്പോൾ നിസ്കാരം എല്ലാവർക്കും ഉണ്ടാവും, നിസ്കാരം നോമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഹലാൽ ഏത് ഹറാം ഏത് ആ ഒരു പൊടുത്തല്ലാത്ത അവസ്ഥക്ക് ഇങ്ങനെ പൊട്ടി പോകും. ആൾക്കാർക്ക് അപ്പോഴും നിസ്കാരം ഉണ്ടാവും. വാഹിറുഹുന്ന അസ്സലാത്തു. ഇസ്ലാം എന്ന ആ കയറിൻ്റെ ഓരോ നൂല് പൊട്ടിപ്പോയാലും അവസാനം ബാക്കിയാകുന്ന ആ നൂല് നിസ്കാരക്കാരം. എത്ര കൃത്യമാണ് പറഞ്ഞത്. അതായത് മനുഷ്യന്മാർക്ക് നിസ്കാരമൊക്കെ ഉണ്ടാവും, ഹറാമുകൾ മാക്സിമം ചെയ്യും. ഹലാൽ എന്താ അറിയില്ല, ഹറാം എന്താ അറിയില്ല. ഇസ്ലാമിൻ്റെ ദീനിൻ്റെ നിയമങ്ങളൊക്കെ കാത്തിൽ പറക്കപ്പെട്ടാൽ നിസ്കാരമൊക്കെ ഉണ്ടാവും. വാഹിറുഹുന്ന അവസാനം പൊട്ടിപ്പോണ നൂല് നിസ്കാരക്കാരോ. ഇത് ഇത്ര കൃത്യമായി നബിതങ്ങൾ വരച്ച് കാണിക്കുകയാണ്. ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഇന്നിപ്പോൾ പഴയ കാലം പോലല്ലോ. എല്ലായിടത്തും പള്ളികളായി, അങ്ങാടിയിലും ടൗണിലൊക്കെ പള്ളിയായി. പള്ളിയെടുക്കാൻ ആൾക്കാർ സഹായിക്കും, ആർക്കൊക്കെ താല്പര്യമാണ്. അറബികൾ സഹായിക്കും, നാട്ടുകാർ സഹായിക്കും. അതൊന്നൊരു പ്രശ്നമുള്ള കാര്യമില്ല. നിസ്കാരമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഏത് വൃത്തികേട് ചെയ്യാനാണെങ്കിലും പള്ളിയിലൊക്കെ വരും, നിസ്കാരമൊക്കെ ഉണ്ടാവും. അതായത് മുത്തനബിതങ്ങൾ പറയാണ്, നേരെ മറിച്ചോ മറ്റുള്ള ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അതങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ചെയ്യും. പഴയ കാലത്ത് മദ്യം എന്ന് പറഞ്ഞാൽ വലിയ ഒരു വിഷയമായിരുന്നു. ഇന്നൊരു വിഷയമുള്ള കാര്യമേ അല്ല, അത് പ്രശ്നമുള്ള കാര്യമല്ല. എന്തെങ്കിലും ഒച്ചപ്പാടോ പാടുണ്ടാക്കണമെങ്കിൽ അത് സാരല്ല, കള്ളുടിച്ചുകൊണ്ടാണ്, അത് കഴിഞ്ഞാണ്ട് ശരിക്കോളും. സാരല്ല, അത് മദ്യപാനം കൊണ്ടാണ് അല്ലെങ്കിൽ ലഹരി കൊണ്ടാണ്, അത് വിഷയാക്കണ്ട. എത്രയേ തലാക്ക് കേസുകൾ, ഒരുപാട് തലാക്ക് കേസുകൾ വരും. അപ്പോൾ പറയും ഞാൻ കുടിച്ചിട്ടാണ് ചെല്ലിയതാണ്. കുടിച്ച് ചെല്ലിയാലും തലാക്ക് സംഭവിക്കും. പക്ഷേ എത്ര ദീനിൻ്റെ വിഷയം പറഞ്ഞെടുത്താലും വിഷയം. ഇപ്പോൾ ഈ അടുത്തൊരു സഹോദരി പെണ്ണും മാപ്പിളയും വന്നിരുന്നു. ഓളെ 3 തലാക്കും ചൊല്ലിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞെടുത്ത് എന്താ ചൊല്ലിയത്? നിന്റെ തലാക്ക് ഞാൻ 3 ചൊല്ലി എന്ന് ഭാര്യയുടെ മുഖത്ത് നോക്കി അമ്മായിമ്മ കേൾക്കെ പറഞ്ഞു. അപ്പം പറയണം, അത് ഞാൻ
ആ മസ്തിലാണ് പറഞ്ഞതാണ്. ആ മസ്തിൽ പറഞ്ഞാലും സംഭവിക്കും, തെറ്റല്ലേ? അതിന് പറഞ്ഞാൽ കേൾക്കൂല. ആ സാർക്ക് വെറുതെ അങ്ങനെ അത് എൻ്റെ ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല, അങ്ങനെയല്ല. അവിടെ ദീനിൻ്റെ നിയമങ്ങൾ നോക്കണേ അല്ല എന്നർത്ഥം. അതേപോലെ തന്നെ മദ്യം, അതൊരു വിഷയമുള്ള കാര്യമില്ല. ചെറിയ ലഹരികൾ ഒന്നും പ്രശ്നമുള്ള കാര്യമില്ല. ആണും പെണ്ണും ഇടകെതിര, അതൊരു വിഷയമുള്ള കാര്യമേ അല്ല. പലിശക്ക് കൃത്യമായിട്ട് കൊടുക്കുക, അതൊരു വിഷയമുള്ള കാര്യമല്ല. ഇങ്ങനെ ഓരോന്ന് അല്ലെങ്കിൽ ഏത് പരിപാടിയാണെങ്കിലും എൻ്റെ കൂടെ മ്യൂസിക് തിരികെ കയറ്റുക, വാദ്യോപകരണങ്ങൾ, മഹാസിഫ്, മസാമീർ, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. നിക്കാഹ് തുടങ്ങുകയാണെങ്കിൽ മൂല്യന്മാർ വേണം, തങ്ങന്മാർ വേണം, ഫാത്തിഹ വേണം, ദ്വാരക്കണം. അത് കഴിഞ്ഞാൽ അപ്പം തന്നെ DJ പാർട്ടി പോലെ പച്ച ഹറാമ്പർ നടക്കാൻ പോകാൻ. പക്ഷെ തുടങ്ങുമ്പോൾ ഫാത്തിഹ ഓതിയിട്ട് ബിസ്മി ചൊല്ലിയിട്ട് കണ്ടുപിടിക്കുക, ബിസ്മി ഓതിയിട്ട് യാസീൻ ഓതിയിട്ട് വിഭജിക്കുക എന്നൊക്കെ പറഞ്ഞ രൂപത്തിലാണ് അവസ്ഥ. അപ്പോൾ നിസ്കാരത്തിൽ കൃത്യക്കാരം ഒക്കെ ഉണ്ടാവും, ഇതിനൊന്നും കുഴപ്പമുണ്ടാവില്ല. എത്ര കൃത്യമാണ് വിധങ്ങൾ പറഞ്ഞത്. ഇസ്ലാമാകുന്ന പരിശുദ്ധമായ കയറിൻ്റെ ഓരോ നൂലുകൾ പൊട്ടിപ്പോയാലും നിസ്കാരം എന്ന നൂല് ലാസ്റ്റേ പൊട്ടുള്ളൂ. ആ നിസ്കാരം അപ്പം നമ്മളൊരാൾക്ക് ദീനുണ്ട് എന്നത് നോക്കണം, നിൽക്കാറുണ്ടതിൽ മാത്രമല്ല, അതല്ലാത്ത സൂക്ഷ്മതയും മറ്റുള്ള കാര്യങ്ങളൊക്കെ എത്രത്തോളം അതൊക്കെ നോക്കണം. അതൊന്നും വിഷയമുള്ള കാര്യമല്ലല്ലോ. അപ്പം ഇന്ന് മനുഷ്യന്മാർക്ക് എന്താണ് ഹലാല് ഹറാം എന്നറിയില്ല. ഒരു അന്യപുരുഷൻ, അന്യസ്ത്രീ, അതൊക്കെ അല്ല വിഷയമല്ല, കാണുന്ന വിഷയമല്ല, കൈയെടുക്ക വിഷയമല്ല, ഒന്നും പ്രശ്നമുള്ള കാര്യമില്ല. അപ്പം അതാണ് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത്, ദീനിൻ്റെ മതവിധികളില്ലാതെ മാറി. അതുപോലെ തന്നെ പലിശ, കൈമാറ്റ പലിശ, കടപ്പലിശ, 2 പലിശ ഉള്ളത്. എന്നാൽ ഈ രണ്ടും അല്ലാത്ത പലിശ അല്ലാത്ത സംഗതികളെ കുറിച്ചൊക്കെ ആൾക്കാർ വെറുതെ പലിശ ഒക്കെ ഒഴിവാക്കുക, എല്ലാം ഒഴിവാക്കുക. കാരണം ഒക്കെ പലിശയാണ്. ഇവിടെ ഒരു പലിശ അല്ലാത്ത സംഗതിയെ കയറും. അള്ളാഹു ഹറാമാക്കിയ പലിശ ഒന്നും അല്ലാത്ത സംഗതിയെക്കുറിച്ച് പലിശ അറിയാം. എന്നാൽ പച്ച ഹറാമായ പലിശയെക്കുറിച്ച് അത് പലിശ അല്ല എന്നും പറയാം. കൈമാറ്റ പലിശ, സ്വർണം, പഴയ സ്വർണം കൊടുക്കുമ്പോൾ പുതിയ സ്വർണം കറക്റ്റായിട്ട് കിട്ടൂല, അങ്ങനെ തന്നെ കൈമാറ്റം ചെയ്യുമ്പം ഹറാമ് വരും. അത് ആൾക്കാർക്ക് വിഷയമല്ല. എന്നാൽ പലിശ അല്ലാത്ത സംഗതികളെക്കുറിച്ചും ഒക്കെ പലിശയാണ്, പലിശ എല്ലാം പറഞ്ഞിട്ട് ഹറാമായ ഇടപാടുകളെ പറ്റിയൊക്കെ പലിശ എന്നാ പറയാം. പലിശ ആകെ 2 കാര്യത്തിലുള്ള, കടം കൊടുക്കുമ്പോൾ നിബന്ധന വെക്കുന്നത് കൈമാറ്റ പലിശ. പിന്നെ എന്തിനാ പറഞ്ഞ അറിവില്ലായ്മ, ഇതാണ് സംഭവം. ഇൽമില്ലായ്മ, ദീനിൻ്റെ ഹുക്കുമുകൾ അറിയാതിരിക്കുക, മതവിധികൾ അറിയാതിരിക്കുക, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിൻ്റെ പരിഹാരം എന്താണ്? മദ്രസകളും ഇൽമുകൾ തന്നെയാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദ 115-ാമത്തെ ആയത്ത് അല്ലാഹ് പറയാ, ومن لم يحكم بما أنزل الله فأولئك هم الظالمون. അള്ളാഹു ഇറക്കിയ മതവിധികളെ കുറിച്ച് ഒരു കുന്തും തിരിയാത്ത ആൾക്കാർ, അതിനെ അങ്ങനെ ഒരു വിധിക്കൂല്ല, അങ്ങനെ അറിയില്ല, അങ്ങനത്തെ ആൾക്കാരാണ് ഏറ്റവും വലിയ ഫഉലൈക ഹുമുൽ ളാലിമൂൻ, ഏറ്റവും വലിയ ളാലിമീങ്ങൾ, ഏറ്റവും വലിയ ളാലിമീങ്ങൾ അവരാണ്. അതുപോലെ സ്ത്രീകളിലേക്ക് നോക്കുകയാണെങ്കിൽ മിക്കവാറും 90% സ്ത്രീകൾക്കും അവരുടെ സ്ത്രീ ബ്ലഡുകളെ കുറിച്ചുള്ള അറിവുകൾ അവർക്കില്ല. മെൻസസ് അല്ലെങ്കിൽ മറ്റ് ബ്ലീഡിങ് അല്ലെങ്കിൽ പ്രസവ രക്തം, ഇതിൽ എങ്ങനെ ആകുമ്പോഴാണ് നിസ്കരിക്കാതിരിക്കേണ്ടത്, ഏത് ബ്ലഡ് കണ്ടാലും നിസ്കരിക്കണം, അത് ഏത് ബ്ലഡാണ്, ഇത്തരം വിഷയങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അറിയേണ്ടത് പഴയ കാലത്തന്മാർക്ക് അറിയാം. അത് അറിയില്ല വിഷയം. എങ്ങനെയെങ്കിലൊക്കെയാണ് കാട്ടിക്കൂട്ടന്നെ, എങ്ങനെയെങ്കിലൊക്കെയാണ് ചെയ്ത് കൂട്ടന്നെ. എങ്ങനെയാണ് ഔറത്ത് മറക്കേണ്ടത്, ഏതാണ് ഔറത്ത്, അതും അറിയില്ല. അപ്പോൾ ദീനിൻ്റെ കാരണം എന്താ? മദ്രസ വിദ്യാഭ്യാസം കുറഞ്ഞതാണ് വിഷയം. മദ്രസ വിദ്യാഭ്യാസം ദീനിയായി പഴയ കാലത്ത് മദ്രസ എന്ന സിസ്റ്റം അല്ലെങ്കിലും മൂത്തുപള്ളിയും ഉസ്താദ്മാർ ആ കാര്യങ്ങൾക്ക് ശരിക്കും പഠിപ്പിച്ചൊരു കുഞ്ഞ് മദ്രസ അല്ലെങ്കിൽ തന്നെ പഴയ കാലത്ത് മൂല്യന്മാർ ഇത്തരം വിഷയങ്ങൾ ഇങ്ങനെ വയലു പറയും, മസ്തലകൾ നന്നായി വയലു പറയും. ഇന്ന് ആ മസ്തലകളെ പറ്റിയുള്ള വയലുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ കേൾക്കൂല, പോവില്ല, താല്പര്യമില്ല. അങ്ങനെയാണ് ഇൽമുകൾ ഇങ്ങനെ കുറഞ്ഞ് ഇങ്ങനെ വരിക. എന്നാൽ എല്ലാവർക്കും നിസ്കാരം ഉണ്ടാവും, നിസ്കരിക്കാനൊക്കെ പള്ളി ഫുള്ളായിരിക്കും. പെണ്ണുങ്ങൾ തറാവീനൊക്കെ പള്ളിക്ക് പോകും, അല്ലെങ്കിൽ മദ്രസക്ക് ഒക്കെ ഉണ്ടാവും ചെയ്യും. പക്ഷെ ഇത്തരം വിഷയങ്ങൾ ഇങ്ങനെ പോകും. അപ്പോൾ എത്ര കൃത്യമാണ് നിങ്ങൾ പറഞ്ഞത്? അല്ലാഹുവിൻ്റെ വിശുദ്ധ ഇസ്ലാമാകുന്ന കയറ്, അതിൻ്റെ ഓരോ നൂല് പൊട്ടി പോകും. അവസാനം പൊട്ടണ നിസ്കാരക്കാരൻ. ഫസ്റ്റ് പൊട്ടണ ഏതാണ്? മതവിധികളെക്കുറിച്ചുള്ള അറിവുകളില്ലാതെയാവും. ആ അറിവുകൾ നൽകപ്പെടാനാണ് അല്ലാഹുവിൻ്റെ ദീനിയായ സ്ഥാപനങ്ങൾ, മദ്രസകളൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുക നല്ലതാണ്. ഏതാണ് പാടില്ലാത്തത്, ഏതാണ് പാടുള്ളത്, ഇത് നമ്മൾ പഠിക്കേണ്ടതും അതാണ്. അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ വെറും ഫ്രെയിമുകൾ, നിസ്കാരത്തിൻ്റെ രൂപങ്ങൾ മാത്രം ഉണ്ടാകുന്ന കാലമായാൽ അതന്നത്തെ കാലം. പഴയ കാലം പോലെ ഒന്നുമല്ല. ഇതൊക്കെ ആൾക്കാർക്ക് താല്പര്യമായിരിക്കും. പക്ഷേ ദീനിൻ്റെ മതവിധികളെക്കുറിച്ച് ഉള്ള അറിയില്ല, ഏതാണ് ഹറാമെന്ന് അറിയില്ല, ഏതാണ് ഹലാലെന്ന് അറിയില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അറിയാത്ത ഒരു കാര്യം മറ്റൊരാൾ ചെയ്യുമ്പോൾ അയാൾ ചെയ്യുന്നത് ചിലപ്പോൾ ഹലാലായിരിക്കും, പക്ഷെ നമ്മൾ അറിവിൽ ചിലപ്പോൾ നമ്മളൊക്കെ ഹറാമാണ്, എല്ലാം ഹറാമാണെന്ന് നാടന്മാരുടെ വിശ്വാസം.
നാടന്മാരായത് ഒക്കെ വലിയ തെറ്റാണ്. എന്നിട്ട് ഏതെങ്കിലും മൂലാരോ തങ്ങളോ എന്ത് ചെയ്യുമ്പോഴേക്ക് അയാൾ ഹറാം ചെയ്ത്, ഇവിടെ ഒരു ഹറാമോ ആയിരിക്കൂല. അപ്പൊ എന്താ ഹറാമ് ചങ്ങായിക്ക് അറിയില്ല. എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ തെറ്റുകാരെ മനസ്സിലാക്കുക. അയാൾ നിസ്കാരം ശരിയായിട്ടില്ല. എന്താ മനസ്സിലാക്കിയത്? അങ്ങനെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവില്ല. ആ നിസ്കാരത്തിൽ കുഴപ്പമായിട്ടുണ്ടാവില്ല. അപ്പൊ എന്താണ് ഇങ്ങനെ ബാത്തിലാകുക അത് എനിക്കറിയില്ല. എന്നിട്ട് എല്ലാത്തിനെയും വിമർശിക്കുക, എതിർക്കുക. അത് ലോകം അതാണ്. അപ്പൊ അറിവില്ലായ്മയാണ് വിഷയം. ഏറ്റവും വലിയ പൊട്ടൻ എന്ന് പറയുന്നത് എനിക്കറിയില്ല എന്നറിയാത്തവരാണ് ലോകത്തെ ഏറ്റവും വലിയ പൊട്ടൻ. ഇനി ജഹല് മുറക്കബ് അറിയും. നമുക്കെല്ലാവരും നേടിയെടുക്കേണ്ട ക്വാളിറ്റി, ഏറ്റവും ആദ്യമായി നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് മേന്മയും നന്മയും എന്താണെന്നറിയോ? എനിക്കൊന്നും അറിയില്ല എന്ന് തിരിച്ചറിയാന്നുള്ളതാണ്. എനിക്കൊന്നും അറിയില്ല എന്നൊരുത്തൻ മനസ്സിലായാൽ അവനാണ് പണ്ഡിതൻ, അവനാണ് വിവരമുള്ളവൻ, അവനാണ് വിവേകി, അവനാണ് പക്വമതി. അതാണ് ഒരു മനുഷ്യർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും. എനിക്കൊന്നും അറിയില്ല. നേരെ മറിച്ച് നമ്മളൊക്കെ എല്ലാം അറിയാമെന്നില്ല, ഒരു ചുക്കും അറിയില്ല. അപ്പൊ അറിവാണ് നേടിയെടുക്കേണ്ടത്. അറിവാണ് നിറവ് എന്നർത്ഥം. ഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ. അറിവിനെ പറ്റി നൂറ്, പ്രകാശം എന്നാ പറഞ്ഞത്. എന്താ പ്രകാശം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ ട്യൂബൊക്കെ കിട്ടുപോയാൽ, ഇപ്പൊ ഇരുട്ടാണെങ്കിൽ രാത്രിയാണെങ്കിൽ ഇന്നെ കാണൂല. ഇപ്പൊ നിങ്ങൾക്ക് ഇന്നെ കാണാം, എൻ്റെ കയ്യിലുള്ള മൊബൈല് കാണാം, ഈ മൈക്ക് കാണാം, പോക്കറ്റ് മൈക്ക് കാണാം, എല്ലാം കാണാം. ഇതൊക്കെ തിരിച്ചറിയണം എന്തുകൊണ്ടാ? ഈ വെളിച്ചമുള്ളത് കൊണ്ട്. ഈ ട്യൂബൊക്കെ കെട്ടുപോയി ലൈറ്റ് പെട്ടെന്ന് കറണ്ട് പോയാൽ ഒന്നും തിരിച്ചറിയില്ല. ഇപ്പൊ അപ്പുറത്തിരിക്കണോനാരാ, ഇപ്പുറത്തിരിക്കണോനാരാ, പള്ളിയിലെ തൂണേതാ, ഫാനൊക്കെ തിരിച്ചറിയണം എന്താ? പ്രകാശമുള്ളതുകൊണ്ടാ. അപ്പൊ ഇൽമു എന്ന് പറഞ്ഞാൽ പ്രകാശം എന്താ? ഇൽമു പറഞ്ഞാൽ തിരിച്ചറിവാണ്. കാരണം പ്രകാശം ഉണ്ടാകുമ്പോഴേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഏത് സംഗതി തിരിച്ചറിയാൻ പറ്റുള്ളൂ. ലൈറ്റ് ആൻഡ് ഓഫായി ഒന്നും തിരിച്ചറിയില്ല, ഒക്കെ ഇരുട്ടായിരിക്കും. അപ്പൊ അറിവ് ഈസിക്കൽ ടു തിരിച്ചറിവ് എന്നർത്ഥം. അതാണ് ഫഖാലൽ ഇൽമു നൂറുല്ലാഹി. ഇൽമു നൂറാന്ന് പറഞ്ഞാൽ ഇൽമു തിരിച്ചറിവാണ്. മനുഷ്യന് വേണ്ടത് ഈ തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് നൽകപ്പെടുന്ന ഇടങ്ങളാണ് മദ്രസ്. ആ അതുപോലെ ചിട്ടയോടെ നമ്മുടെ മക്കളെ ചേർത്ത് പഠിപ്പിക്കേണ്ടതാണ്. പക്ഷെ മദ്രസുകളൊക്കെ ഇല്ലാതെയായി മാറി. ഇപ്പം ഇന്നലെ മഞ്ചേരിയിൽ മിനിയാന്ന് ഞാനൊരു സ്കൂൾ ഉദ്ഘാടനത്തിന് പോയിരുന്നു. നല്ല സ്കൂളാണ്, വലിയ നിലവാരത്തിൽ പിന്നെ ഒരുപാട് വിദ്യാർത്ഥികളുടെ സ്കൂൾ പലയിടത്തും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഞ്ചേരി സിറ്റിയിൽ ഒരു മദ്രസ അവർ പുതിയ സംരംഭം ആരംഭിക്കുകയാണ്. LKG UKG ഒക്കെ ആരംഭിക്കാൻ ഉദ്ഘാടനത്തിന് പോയിരുന്നു. അപ്പോൾ അത് ആരംഭിക്കുന്ന മദ്രസ കെട്ടിടത്തിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ മദ്രസ കെട്ടിടം? അപ്പോൾ മദ്രസ ഇല്ല, മദ്രസയിലൊന്നും കുട്ടികൾ വരാനായിട്ട് പൂട്ടിയതാണ്. മദ്രസ ഇല്ലാതെ സ്കൂളായിട്ട് മാറ്റപ്പെട്ടു. ഈ അടുത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ മദ്രസയിൽ കുട്ടികൾ പഠിക്കാൻ വരാത്തത് കൊണ്ട്, കുട്ടികളില്ലാത്തതുകൊണ്ട് അത് സ്കൂളായി രൂപാന്തരപ്പെട്ടു, പരിഷ്കരിക്കപ്പെട്ടു. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ അങ്ങനെ. അപ്പോൾ നമ്മൾ മദ്രസ ഒന്ന് തുറക്കുകയാണ്. അപ്പം മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യമൊക്കെ നമ്മൾ അറിയണം. ഇനി മദ്രസ പോകുന്നെങ്കിൽ മതവിദ്യാഭ്യാസവും അറിവുകൾ കുട്ടിക്ക് കൊടുത്തുകൊണ്ട് വെക്കണം. അത് നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ക്ലാസ്സിലേക്ക് ഉണ്ട്. ഒരു ഹദീസ് കേട്ടു, നിങ്ങൾ ഹബീബ നബി നിങ്ങൾ പറയാണ്, എന്നും എന്തെങ്കിലും അറിവ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ അത് കെട്ട ദിവസമാണ്. ഹദീസാണ്. നബി നിങ്ങൾ പറയാണ്, എന്നും എന്തെങ്കിലും ഒരു അറിവ് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഫലാ ബൂരിക ലീ ഫീ, എനിക്കൊരു ബർക്കത്തുമില്ല. ആ ദിവസത്തിന് എനിക്കൊരു ബർക്കത്തുമില്ല. ഓരോ ദിവസവും എന്തെങ്കിലും ഒരു അറിവ് എനിക്ക് ഉണ്ടാകണം എന്നാ നബി നിങ്ങൾ പറയുന്നുണ്ട്. ഒരു ദിവസം കടന്നു വന്നാൽ അന്ന് ഇൽമു ഞാൻ കേട്ടില്ല, അന്ന് ഇൽമു കിട്ടിയില്ല, എന്നായി ബർക്കത്തില്ല. അപ്പോൾ എന്തെങ്കിലും ഇൽമാണ് ഏറ്റവും വലിയ വിഷയം എന്നർത്ഥം. അതൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.